ഒരു ചെറിയ വിഭാഗം ഇതെല്ലാം ഞാൻ തന്നെ ചെയ്യുന്നൊരു ആറ്റിറ്റ്യൂഡിൽ നിൽക്കുന്നുണ്ട്. അതാണ് ബിസിനസ്സിൻ്റെ പരാജയം. നമുക്ക് കാണാൻ പറ്റും ബിസിനസ്സിൻ്റെ പരാജയം. ഞാൻ ആർക്കും ഒന്നും കൊടുക്കൂല, ഞാൻ നിൻ്റെ എന്നുള്ളത് പിടിച്ച് വാങ്ങുമെന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ. നേരെ ഓപ്പോസിറ്റ് ഞാൻ കാണുന്നുണ്ട്. ബിസിനസ് ഇങ്ങനെ റോക്കറ്റ് പോലെ നന്നായി പോകുന്നത്. കാരണം അവൻ്റെ കൂടെ അവനോടായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ പൈസ കൊടുക്കേണ്ടത് കൃത്യമായിട്ട് കൊടുക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അവൻ നല്ല രീതിയിൽ വളർന്ന് പോണ ഒരുപാട് ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. പല ആൾക്കാരും ഞാൻ തെറ്റായ ബാങ്കിനെ തിരഞ്ഞെടുക്കുന്നു പറയില്ലേ. ഇപ്പോൾ ചില ബാങ്കിൽ ചെല്ലുമ്പോൾ അവർ ഇപ്പോൾ പല ആൾക്കാരുടെ സെക്യൂരിറ്റി തന്നെ ഉണ്ടാവണമെന്നില്ല. നമ്മൾ പല ഡിസ്കഷനിൽ അത് പറഞ്ഞിട്ടുള്ളതാണ്. സ്റ്റേറ്റ് ബാങ്കിലൊരു സ്കീം ഉണ്ടെന്ന് വയ്ക്കാം, ബാങ്ക് ഓഫ് ബറോഡയിലുള്ള സ്കീം വേറെ ആയിരിക്കാം, സെയിം സ്കീം തന്നെ ആയിരിക്കാം, ചിലപ്പോൾ അവരുടെ ആവശ്യങ്ങൾ വേറെ ആയിരിക്കാം. ഇപ്പോൾ സ്റ്റേറ്റ് ബാങ്ക് ചിലപ്പോൾ ഒരു പക്ഷേ ഒരു കണ്ടീഷൻ വെച്ച് പറയുന്ന കാര്യങ്ങളും ബാങ്ക് ഓഫ് ബറോഡ വേറെ കണ്ടീഷൻ ആയിരിക്കും പറയുന്നത്, അല്ലെങ്കിൽ വേറെ ഫെഡറൽ ബാങ്ക് വേറെ കണ്ടീഷൻ ആയിരിക്കും പറയുന്നത്. അപ്പോൾ ഇതൊക്കെ നമുക്ക് അറിയണമെന്നൊരു കൺസൾട്ടൻ്റ് തന്നെ വേണം. അവർക്ക് എക്സ്പീരിയൻസിലായിരിക്കും ഇങ്ങനെയുള്ള കാര്യം.